ഇതറിയാതെ നിങ്ങൾ ഒരിക്കലും ബാത്റൂം പണിയരുത്. ഡൈവേർട്ടർ സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ വീഡിയോ. അതായത് ചൂടുവെള്ളവും പച്ചവെള്ളവും മിക്സ് ചെയ്യുന്ന മിക്സർ ടാപ്പുകൾ. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ഡൈവേർട്ടറുകൾ അവൈലബിൾ ആണ്. അതിൽ കുറച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് നല്ലത് ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. പണ്ട് മുതലേ കണ്ടുവരുന്നതാണ് നമ്മുടെ മിക്സർ എന്ന് പറഞ്ഞത്. ഇത് മാനുവലായിട്ട് നമുക്ക് ഓരോന്ന് മിക്സ് ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞമാർക്ക് ഇപ്പോഴത്തെ സ്റ്റൈലിഷും കാര്യങ്ങളൊന്നും ഇല്ല. പണ്ടൊക്കത്തെ ഒരു രീതിയാണ്. ഒരുപാട് കാര്യങ്ങൾ പൈപ്പ് മെൻ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് കാണും. പിന്നെ വെച്ചാൽ സിംഗിൾ വേ, അതായത് ഒരു ഔട്ടേ ഉണ്ടാവുള്ളൂ ഈ ഡൈവേർട്ടറിന്. ഇതും നമുക്കൊരു ടാപ്പ് മാത്രം അല്ലെങ്കിൽ ഷവറിന് മാത്രമായിട്ടൊക്കെ ആയിട്ട് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഹെൽത്ത് ഫ്ലോസെറ്റിനൊക്കെ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പർപ്പസ് അനുസരിച്ച് മാറ്റും. സിംഗിൾ ഔട്ടേ ഉണ്ടാവുള്ളൂ, സിംഗിൾ വേ ഔട്ടേ ആയിട്ട്. ഇത് 2 വേ ഡൈവേർട്ടറാണ്. ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷവറിലോട്ടും അതേപോലെ ഫ്ലോസെറ്റിലോട്ടും നമ്മുടെ ടാപ്പിലോട്ടും മിക്സ് ചെയ്യാൻ പറ്റും. ഇവർക്ക് മാനുവലാണ്. ഈ ലിവർ വെച്ചിട്ട് നമുക്ക് 2 വശത്തോട്ടും മാനുവലായിട്ട് ഇത് ചെയ്യാം. ഇതൊരു കമ്പനിക്ക് അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ഷവറിലോട്ട് വരും. അങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പൽ. പിന്നെയുള്ള വെച്ചാൽ തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടറാണ്. ഈ സാധാരണ ഡൈവേർട്ടറിന് തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ മാറ്റം വരുത്തുന്ന വെച്ചാൽ മറ്റേതൊക്കെ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഡൈവേർട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയാതെ ഏത് സൈഡിലേക്ക് ഇപ്പോൾ ചൂടുവെള്ളത്തിന്റെ സൈഡിലോട്ട് ഫുള്ളായി തിരിച്ചു കഴിഞ്ഞാൽ എത്രയാണോ അതിൽ ചൂടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹീറ്റർ എത്രയാണോ ചൂട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും ചൂട് തന്നെ നമ്മളുടെ ഷവറിലോട്ടോ അല്ലെങ്കിൽ ടാപ്പിലോട്ടോ വരാം, പൊള്ളലേൽക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റിയാണ് തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ. തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടറിൽ നമുക്ക് അതിന്റെ ഡിഗ്രി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കുട്ടികൾ അതേപോലെ തന്നെ മുതിർന്നവരൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ചാൽ അവർ അപകടം വരാതെക്കാൻ ഇത് വളരെ സഹായിക്കാൻ പറ്റും. പിന്നെ ഉള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേകൾ, അതായത് എത്ര വേഗം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സിംഗിൾ വേ, 2 വേ, 3 വേ. അതായത് ഇപ്പോൾ നമുക്ക് വെച്ചാൽ ഷവറിലോട്ട് അതേപോലെ തന്നെ ടാപ്പിലോട്ട് അല്ലാതെ ഇപ്പോൾ ഒരു ഹാൻഡ് ഷവറും കൂടി വേണം. അല്ലെങ്കിൽ നമ്മളുടെ ഷവറിൽ ഈ പറഞ്ഞമാർക്ക് 2-3 മോഡുകളുണ്ട്. ഒരു മിസ്റ്റ് മോഡ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്യുന്ന ഇതൊരു കമ്പനിയുടെ ആണ്. വേറെ കമ്പനിയുടെ ഒക്കെ പല കോലത്തിലുമുണ്ട്. അതേപോലെ തന്നെ ബോഡി ജെറ്റൊക്കെ കൊടുക്കാൻ നമുക്ക് മൾട്ടി വേകൾ വേണ്ടി വരും. അങ്ങനെ വേകൾ ആഡ് ചെയ്തുകൊണ്ടുള്ളതാണ് ഈ ഒരു ഡൈവേർട്ടർ. പിന്നെ ഇതൊന്നും അല്ലാത്തൊരു പുതിയ ടെക്നോളജിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഡൈവേർട്ടേഴ്സും വരുന്നുണ്ട്. മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റും. അപ്പം നിങ്ങളെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നോക്കിയിട്ടുള്ള ഡൈവേർട്ടർ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് HVAC അതായത് MEP കൺസൾട്ടൻസി ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറികൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. താങ്ക്